കേരളത്തിലെ തൊഴിലാളി സമരങ്ങളുടെ ചരിത്രത്തിൽ ഉജ്ജ്വലമായ ഒരു ചരിത്രം കേരളത്തിലെ ആശാവർക്കർമാർ രചിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നോട്ടില്ല, പിന്നോട്ടില്ല, ഓരോ ചുവടും മുന്നോട്ട്, ഒറ്റക്കെട്ടായി മുന്നോട്ട്, മുന്നോട്ട്. കേരളത്തിലെ സ്ത്രീകൾ ആശാവർക്കർമാർ, ഒറിജിനൽ ആശാവർക്കർമാർ, സംഘത്തിൽ പതിഞ്ഞ ആശാവർക്കർമാർ, കലർപ്പില്ലാത്തവർ. നമ്മൾ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുകയാണ്. രാപ്പകൽ സമരം. കണ്ണില്ലാത്തവർ കാണണ്ട. പക്ഷേ ഈ കേരളത്തിന്റെ മുഴുവൻ മനസ്സാക്ഷിയും നമ്മളോടൊപ്പമാണ്. രാവിലെ 5:30 മണി മുതൽ രാത്രി 12 വരെ ആളുകൾ സമരപ്പന്തലിലേക്ക് വന്ന് അഭിവാദ്യം അർപ്പിക്കുന്നു. ആളുകൾ പറയുന്നു, എന്റെ വീട്ടിലെ അമ്മയെ നോക്കിയത് നിങ്ങൾ ആശാവർക്കറാണ്. കോവിഡ് കാലത്ത് മരുന്ന് തന്നത് ആശാവർക്കറാണ്. ഫോണിലൂടെ കോവിഡ് പകരുമോ എന്ന് പേടിച്ച് ഭാര്യയും മക്കളും മാറിയിരുന്നപ്പോൾ വന്ന് ആശ്വസിപ്പിച്ചത് ആശാവർക്കർമാരാണ്. ഇങ്ങനെ തുടങ്ങി 100 കഥകൾ അവർ പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരാളെ വിളിച്ചു, കിടപ്പ് രോഗിയാണ്. അയാൾ പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി ആശാവർക്കറോട് മാപ്പ് പറയണം. കാരണം അദ്ദേഹം മരുന്ന് തീരുമ്പോഴെല്ലാം ആശാവർക്കറോട് പറയും, എനിക്ക് മരുന്ന് വാങ്ങി തരുമെന്ന് ഞാൻ അവകാശത്തോടുകൂടി ചോദിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ വരുമാനമില്ലാതെ ശമ്പളമില്ലാതെയാണ് ആ പണി ചെയ്തുകൊണ്ടിരുന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അവിടെ വന്നവരോട് മാപ്പ് പറയണം തോന്നി. ഇതാണ് മനുഷ്യ സ്നേഹം. നമ്മളൊരു അപൂർവമായ മനുഷ്യ സംഗമം നമ്മൾ സെക്രട്ടേറിയറ്റിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളെ ഈ കൂട്ടായ്മ അതിനെ തകർക്കാൻ ശ്രമിക്കുന്നു. നമ്മളെ ആക്ഷേപിക്കുന്നു, അധിക്ഷേപിക്കുന്നു, മോശപ്പെട്ട പരാമർശങ്ങൾ പറയുന്നു. നമ്മളെ വളഞ്ഞിട്ട് ആക്രമിച്ചു അല്ലേ? നമ്മൾ പതറിയില്ല. എന്താ പറഞ്ഞത്? ഈർക്കിലി സംഘടനകൾ, ഈർക്കിലികൾ. ഇന്നിപ്പോ ആ ഈർക്കിലെല്ലാം കൂടി ഒന്നിച്ചു വന്നിരിക്കുകയാണ് ഇവിടെ ഈ നിയമസഭയ്ക്ക് മുന്നിൽ. ഈർക്കിലുകൾ ഒത്തൊരുമിച്ചാൽ ചിലപ്പോൾ അടിച്ചു വാരിയെത്തിരിക്കും. മാലിന്യങ്ങളെല്ലാം നമ്മൾ അടിച്ചു വാരി നീക്കും. അത് തന്നെയാണ് പ്രഖ്യാപനം. പ്രിയമുള്ളവരെ, നമ്മളിത് തോൽക്കാൻ വന്ന സമരമല്ല, നമ്മുടെ ജീവിത സമരം. കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ കുറ്റവാളികളായിരിക്കുമ്പോൾ നമ്മൾ ഈ സംസ്ഥാനത്ത് പണിയെടുക്കുന്ന ആളുകൾ, നമ്മൾ ഈ സംസ്ഥാനത്തെ ഭരണാധികാരികളെ ജനാധിപത്യപരമായി വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ആളുകൾ, നമ്മൾ മറ്റെവിടെ പോകണം? നമ്മുടെ അവകാശം ചോദിച്ച് നമ്മൾ ഡൽഹിയിൽ പോകണമെന്ന് പറയാൻ ഇവരാരാണ്? ഇവിടെ നമുക്ക് കൂലി തരാതെ പണിയെടുപ്പിച്ചിട്ട് മേനി നടിച്ചിട്ട് നമ്മളെ ആക്ഷേപിക്കുന്നു. നമുക്ക് സമരം ചെയ്യണമെങ്കിൽ AKG സെന്ററിൽ പോയി അനുവാദം വാങ്ങണമെന്ന് അതുകൊണ്ടില്ല. നമ്മൾ ഈ സംസ്ഥാനത്ത് പണിയെടുക്കുന്ന ആളുകളാണ്. പണിയെടുക്കാൻ അറിയാമെങ്കിൽ കൂലി വാങ്ങാനും അറിയാം. നമ്മൾ പാടത്ത് പണിയെടുത്താൽ നമ്മൾ വരമ്പത്ത് കൂലി വാങ്ങും. അതാണ് നമ്മുടെ പ്രഖ്യാപനം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സമരം തുടങ്ങിയതിനു ശേഷം നമ്മളുടെ 3 ഡിമാൻഡുകൾ നമ്മൾ വിജയിച്ചില്ലേ? നമ്മുടെ ഓർഡർ അറിയാം. കുടിശ്ശികയായിരുന്നത് നമുക്ക് തരാൻ നിർബന്ധിതമായി. ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തവണ്ണം കഴിഞ്ഞ 17 വർഷമായി 5-6 മാസം കൂടുമ്പോൾ മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന കുടിശ്ശിക വേതനം 2 ദിവസം കൊണ്ട് 3 മാസത്തെ കിട്ടി. കള്ളക്കണക്കാണ് പറയുന്നത്. പറഞ്ഞല്ലോ 11,200. ഇന്നിപ്പോ നിയമസഭയ്ക്കകത്ത് 14,000 ഉണ്ട്. ഒരുപക്ഷെ വൈകുന്നേരം ആകുമ്പോ അത് 20,000 രൂപയാവും. നമ്മൾ അതിശയിക്കരുത്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ മാസവും നമുക്കറിയാം നമ്മുടെ ഫണ്ട് അടിക്കേണ്ട EC-MAN പോർട്ടൽ അത് ഓപ്പൺ ആകുന്നത് എന്നൊക്കെയോ ആണ്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി ഈ മാസം 1-ാം തീയതി അത് ഓപ്പൺ ആയിരിക്കുന്നു. 7,000 രൂപ
എപ്പോഴായത്? ഇവര് പറയുന്ന കേട്ടാ തോന്നും 8 വർഷം കൊണ്ട് ഇവിടെ 7000 രൂപ തരുന്നുണ്ടെന്ന്. 7000 രൂപ തന്നു തുടങ്ങിയിട്ട് 1 വർഷമേ ആകുന്നുള്ളൂ. അങ്ങനെ ആ 7000 രൂപയ്ക്ക് ഉപാധികൾ വെച്ചുകൊണ്ട് CIT ആവശ്യപ്പെട്ട ഉപാധി വെച്ചുകൊണ്ട് വെട്ടിക്കുറച്ചുകൊണ്ടിരുന്ന ആ ഉപാധികളെ നമ്മൾ ചവറ്റി വിട്ടെറിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഡിമാൻഡുകൾ നേടിയെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രക്ഷോഭം നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ തോൽക്കുകയില്ല. കേരളത്തിലെ സ്ത്രീകൾ പുതിയൊരു ചരിത്രം ഇവിടെ കുറിച്ചു കഴിഞ്ഞു. ഇനി ഇത് വായിക്കാൻ ആർക്കും കഴിയില്ല. നമ്മൾ ഈ വിജയവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ശക്തി, സൈന്യശക്തി നമ്മുടെ ഭരണാധികാരികൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നമ്മളെ തടുക്കാനാവില്ല. കേരളത്തിലെ തൊഴിലാളി സമരങ്ങളുടെ ചരിത്രത്തിൽ ഉജ്ജ്വലമായ ഒരു ചരിത്രം കേരളത്തിലെ ആശാവർക്കർമാർ രചിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നോട്ടില്ല. ഓരോ ചുവടും മുന്നോട്ട്. ഒറ്റക്കെട്ടായി മുന്നോട്ട്. വിജയം പറയാം മുന്നോട്ട്. മുന്നോട്ട്. ഇൻക്ലാബ് സിന്ദാബാദ്. 21 രാവും പകലും നമ്മളെ വെയിലത്തും മഞ്ഞത്തും നിർത്തി. ഇന്നലെ നമ്മളെ പാഴത്തിരുത്തി. നമ്മളെ തളർന്നു. മാധ്യമങ്ങൾ രാവിലെ വന്നു. എത്ര പേരുണ്ടെന്ന് നോക്കാൻ. ആ പെരുമഴ താളുകൾ വരുന്നു. ആശമാർ പറയുന്നു, വീട്ടിലിരുന്നിട്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ചാനലിൽ നോക്കിയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ വരികയാണ്. പാതിരാത്രി വരെ വന്നിട്ട് ഇന്നലെ വന്നിരിക്കുന്നു മറുപടി പറയാൻ. അതുകൊണ്ട് ഭരണാധികാരികളെ, നിങ്ങൾ നോക്കുക, സ്ത്രീകൾ ഒരു ലക്ഷ്യം മുൻനിർത്തി ഇറങ്ങിയാൽ അത് നേടിക്കൊണ്ടേ പോകുന്നു. ഇന്ന് പരീക്ഷ തുടങ്ങുകയാണ്. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ്. പക്ഷേ 22 ദിവസമായി കുട്ടികളുടെയും ഭർത്താവിന്റെയും മാതാപിതാക്കളുടെയും എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഭർത്താക്കന്മാർ പറഞ്ഞു, നീ പോയി വിജയിച്ചിട്ട് വരൂ. മക്കള് പറയുന്നു, അമ്മ പോയിട്ട് വരൂ, ഞങ്ങൾ പഠിച്ചുകൊള്ളാം. ഇതാണ് കേരളം. അങ്ങനെ കേരളത്തിന്റെ വീരാങ്കനമാരായിരിക്കുകയാണ് നമ്മുടെ സ്ത്രീകൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നിയമസഭാ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു.